നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൽ വരുന്ന ടെമ്പറേച്ചർ വാണിംഗ് സിമ്പലിനെ കുറിച്ചാണ്. ഈ എച്ച് എന്ന് എഴുതിയിരിക്കുന്നതാണ് ടെമ്പറേച്ചറിൻ്റെ വാണിംഗ് സിമ്പൽ ലൈറ്റ്. ചില വാഹനങ്ങൾക്ക് എച്ച് കാണത്തില്ല, ആ ഒരു സിമ്പൽ ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള പ്രധാന സാഹചര്യമെന്ന് പറയുന്നത് ഒരു വാഹന ഉടമയ്ക്ക് പറ്റിയ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വാഹനം ഇതുപോലെ ഓവർ ഹീറ്റായ സമയത്ത് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കുകയും ആ ക്യാപ്പ് തുറന്നതിൻ്റെ ഫലമായിട്ട് തന്നെ അതിൻ്റെ കൂളൻ്റോ വെള്ളവും, ചില വാഹനത്തിൽ വെള്ളമായിരിക്കും ഒഴിച്ചിരിക്കുന്നത്, ചില വാഹനത്തിൽ കൂളൻ്റ് ആയിരിക്കും ഒഴിച്ചിരിക്കുന്നത്, അത് മുകളിലോട്ട് ഓവർഫ്ലോ ചെയ്യുകയും ആ വാഹനം ഓടിച്ച ഡ്രൈവറിൻ്റെ കൈയുടെ സൈഡിലൊക്കെ ചെറിയ രീതിയിൽ പൊള്ളൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് സീനിയറായിട്ടുള്ള ഡ്രൈവർമാർക്കും ഈ ഒരു അനുഭവം വരാം, ബിഗിനറായിട്ട് ലൈസൻസ് എടുത്ത ഡ്രൈവർമാർക്കും ഇങ്ങനെ ഒരു അനുഭവം വരുവാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനുള്ള പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഈ കാണുന്ന ബോട്ടം ലൈന് പൈപ്പ്, റേഡിയേറ്ററിൻ്റെ ബോട്ടം ലൈന് പൈപ്പാണ് ഈ വന്നിരിക്കുന്നത്. താഴത്തെ പൈപ്പാണ് ഇത്. ടോപ്പ് സൈഡിലെ വാട്ടർ ലൈൻ പൈപ്പാണ് ഈ വന്നിരിക്കുന്നത് റേഡിയേറ്ററിൻ്റെ. ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിച്ചാലോ, അത് കൂടാതെ തന്നെ ചില വാഹനങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിലേക്ക് ഈ പോകുന്ന ഹീറ്റ് ലൈൻ പൈപ്പുകളൊക്കെ കാണും. അതുകൂടാതെ മറ്റ് കുഞ്ഞു കുഞ്ഞു പൈപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും പൈപ്പ് പൊട്ടിയാൽ ടെമ്പറേച്ചർ കയറുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ടെമ്പറേച്ചർ ഉള്ളിൽ ടെമ്പറേച്ചർ വാണിംഗ് സിമ്പൽ ലൈറ്റ് കത്തുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത് റേഡിയേറ്ററിൻ്റെ ക്യാപ്പിനെ വലിച്ച് തുറക്കാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പലരും മനസ്സിലാക്കാറില്ല. റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് വലിച്ച് തുറക്കുന്ന സമയത്ത് ഈ ഉള്ളിലത്തെ പ്രഷർ കൊണ്ട്, എയർ പ്രഷർ കൊണ്ട് ഈ ക്യാപ്പ് തുറക്കുന്ന സമയത്ത് റേഡിയേറ്ററിൻ്റെ വെള്ളം മുകളിലേക്ക് തെറിക്കും. മുകളിലേക്ക് തെറിക്കുന്ന സമയത്ത്, ഈ തുറക്കുന്ന സമയത്ത് ഈ കൈ തന്നെ, തുറക്കുന്ന കൈ തന്നെ പൊള്ളുവാനായിട്ടുള്ള സാധ്യത, പൊള്ളൽ പറ്റാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ക്ഷമയാണ്. ടെമ്പറേച്ചർ വാണിംഗ് സിമ്പൽ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും എടുക്കും എൻജിന് തണുക്കുവാനായിട്ട്. ആ എൻജിന് തണുത്ത ശേഷം മാത്രമേ കൂളൻ്റ് ഉണ്ടോ എന്ന് തുറന്ന് നോക്കുവാൻ പാടുള്ളൂ, ക്യാപ്പ് തുറന്ന് നോക്കുവാൻ പാടുള്ളൂ. അവിടെ ക്ഷമയും സാവകാശവുമാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് പലരും വാഹനത്തിൽ ടാക്സി യൂസ് ചെയ്യുന്ന വാഹന ഉടമകളാണെങ്കിൽ അവർക്ക് പാസഞ്ചറിൻ്റെ കാര്യം നോക്കണം, അവരുടെ അത്യാവശ്യം നോക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് യൂസ് ചെയ്യുന്ന വാഹന ഉടമകളാണെങ്കിൽ ഇതൊന്നും നോക്കാതെ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് ഇതേപോലെ ക്യാപ്പ് തുറക്കാറാണ് പതിവ്. അങ്ങനെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ള സാഹചര്യം, ഇങ്ങനെ ടെമ്പറേച്ചർ കയറുവാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമ്മുടെ ചാനലിൽ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. റബ്ബർ ഹോസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൂളൻ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വീഡിയോകൾ പല പ്രാവശ്യമായിട്ട് നമ്മുടെ ചാനലിൽ പഴയകാല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടിയും ഇത് അറിയാത്ത ഒത്തിരി ഡ്രൈവർമാരും വാഹന ഉടമകളും ഉണ്ടായിരിക്കും. അവർക്ക് മനസ്സിലാവാനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ കയറുവാനായിട്ടുള്ള പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് റബ്ബർ ഹോസിൻ്റെ കാലപ്പഴക്കമാണ്. റബ്ബർ ഹോസിൻ്റെ കാലപ്പഴക്കം വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ റബ്ബർ ഹോസിൻ്റെ ഇന്നർ പോർഷൻ, ഈ കാണുന്ന ഇന്നർ പോർഷൻ അല്ലെങ്കിൽ ഈ ജോയിൻ്റ് വരുന്ന പോർഷനൊക്കെ, ജോയിൻ്റ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, ഈ ജോയിൻ്റ് വരുന്ന പോർഷനൊക്കെ കാലക്രമേണ തകരാറ് വന്നിട്ട് ഇവിടെയൊക്കെ ബഡ്ജായിട്ട് വെള്ളം ലീക്ക് ചെയ്യാറുണ്ട്. വെള്ളമാണെങ്കിൽ അറിയാൻ പറ്റില്ല, സ്പ്രേ ചെയ്യുന്നത് പോലെ, എൻജിന് ചൂടായിരിക്കുമ്പോൾ സ്പ്രേ ചെയ്യുന്നത് പോലെ ചെയ്യുമ്പോൾ വെള്ളം ലീക്കാവുന്ന അറിയാൻ പറ്റില്ല. അതേസമയം കൂളൻ്റ് ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ഭാഗത്തു നിന്നാണ് ലീക്ക് വരുന്നതെന്ന്. അതുകൊണ്ടാണ് എല്ലാ വാഹന ഉടമകളുടെ അടുത്തും പറയുന്ന കൂളൻ്റ് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചോർച്ച ഏത് ഭാഗത്തുനിന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ലീക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ വെള്ളം ലീക്ക് വരുമ്പോൾ ഈ എൻജിൻ്റെ ടോൺ മാറുന്നത് പലരും ശ്രദ്ധിക്കാറില്ല. AC ഇട്ട് ഗ്ലാസ് ഇട്ട് ഇരിക്കുന്ന സമയത്ത് പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എൻജിൻ്റെ ടോൺ മാറുക, അല്ലെങ്കിൽ വൈബ്രേഷൻ വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ വരികയോ ചെയ്യുകയാണെങ്കിൽ ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ പറ്റുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആവും, പിന്നെ വെള്ളം ലീക്കായി പോവും, റേഡിയേറ്റർ ഓവറായിട്ട് ഹീറ്റാവും, എൻജിൻ്റെ പോർഷനും ഔട്ടർ ലൈനെല്ലാം ഓവർ ഹീറ്റ് വരും. ഓവർ ഹീറ്റ് വരുന്ന സമയത്ത് വാണിംഗ് സിമ്പിൾ കത്തുമ്പോൾ പലരും റോഡ് സൈഡിൽ വാഹനം ഒതുക്കിയ ശേഷം ഇതുപോലെ വലിച്ച് തുറക്കാറുണ്ട്. തുറക്കുമ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്
ഒന്ന് ക്ഷമയാണ്, രണ്ട് കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കുവാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ, ഓരോ 40,000 കിലോമീറ്റർ കൂടുന്തോറും കൂളൻ്റ് നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യണം. ഇതാണ് കൂളൻറ്റിൻ്റെ ടാങ്ക് വരുന്ന റേഡിയേറ്ററാണ് ഈ കാണുന്നത്. മുന്നിലിരിക്കുന്ന കണ്ടൻസറാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ചിലർ പച്ചവെള്ളം യൂസ് ചെയ്യാറുണ്ട്. പച്ചവെള്ളം യൂസ് ചെയ്യുമ്പോൾ കാലക്രമേണ ഈ റേഡിയേറ്ററിൻ്റെ സെല്ല് കാണിച്ചു തരാം. മുന്നിൽ കണ്ടൻസറാണ് ഇരിക്കുന്നത്. റേഡിയേറ്ററിൻ്റെ സെല്ല് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഈ സെല്ല് കാലക്രമേണ അടഞ്ഞു പോകാറാണ് പതിവ്. അപ്പോൾ ഈ അടഞ്ഞു പോകുമ്പോൾ റേഡിയേറ്റർ ബ്ലോക്ക് ആവുകയും ഈ ലൈന് പോകുന്ന ഈ വെള്ളം പോകുന്ന ലൈനൊക്കെ ബ്ലോക്കായിട്ട് എൽ ജോയിൻറ്റ് യു ജോയിൻറ്റ് വരുന്ന പോർഷനൊക്കെ, ഇത് എൽ ജോയിൻ്റാണ്, യു ജോയിൻറ്റ് താഴെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വളഞ്ഞു വരുന്ന യു ജോയിൻ്റാണ്. അവിടെയൊക്കെ ഈ അഴുക്ക് കയറി അടഞ്ഞിട്ട് ബ്ലോക്ക് ആവാനും മെറ്റൽ ഹോസ് വരുന്ന പോർഷനൊക്കെ തുരുമ്പ് കയറി നശിച്ചു പോകാനും അവിടെ നിന്ന് വെള്ളം ലീക്കായിട്ട് മറ്റു പല മെക്കാനിക്കൽ ഇഷ്യൂസ്, ഇപ്പോൾ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ വേരിയേഷനും അതുകൂടാതെ മറ്റ് ഔട്ടർ ലൈൻ മെറ്റൽ പൈപ്പുകളൊക്കെ തുരുമ്പ് കയറി നശിച്ചു പോകാനായിട്ടൊക്കെ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് പീരിയോഡിക്കലായിട്ട് ഓരോ 40,000 കിലോമീറ്റർ കൂടുന്തോറും കൂളൻ്റ് റീപ്ലേസ് ചെയ്യണം. കൂളൻ്റ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ റേഡിയേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കയറുന്ന സമയത്ത് ഇനി എത്ര തിരക്കാണെങ്കിൽ കൂടി, അത് ഏത് വാഹനം ഓടിക്കുന്നവരാണെങ്കിലും ശരി തന്നെ, കുറഞ്ഞത് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എഞ്ചിന് ചൂടായി കഴിഞ്ഞാൽ കുറഞ്ഞത് 6 മണിക്കൂർ, 4 മുതൽ 6 മണിക്കൂർ എടുക്കും എഞ്ചിന് ഫുള്ളായിട്ട് തണുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് പീരിയോഡിക്കലായിട്ട് ഓരോ 40,000 കിലോമീറ്ററിലും കൂളൻ്റ് നിർബന്ധമായിട്ട് റീപ്ലേസ് ചെയ്യണം. 10 വർഷമോ അതിന് മുകളിലോട്ടോ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഇതുപോലെ റബ്ബർ ഹോസൊക്കെ ചില സമയത്ത് കിട്ടാതെ വരുമ്പോൾ ഈ സീലൊക്കെ, പേപ്പർ സീലും ടേപ്പും ഒക്കെ ഒട്ടിച്ച് ചുറ്റി വയ്ക്കാറുണ്ട്. അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് എലി കടിച്ചതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ഈ പൈപ്പെല്ലാം എലി കടിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ എലി കടിച്ചിട്ടുണ്ട്. അതുമല്ല ഈ പോർഷനിലുമൊക്കെ എലി കാർന്നിട്ടുണ്ട്. എലിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 6 മാസം കൂടുന്തോറും വാഹനത്തിന് ജനറലായിട്ടൊരു ചെക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 5000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് വാഹന അലൈൻമെൻറ്റിന് കയറ്റുന്ന സമയത്ത് ജനറലായിട്ടൊരു ചെക്കപ്പ് ചെയ്ത് റബ്ബർ ഹോസും ഇലക്ട്രിക്കൽ പാർട്സുകളും പിന്നെ അതുകൂടാതെ ഈ പറയുന്ന കൂളൻ്റ് മറ്റ് മെക്കാനിക്കൽ പാർട്സുകളെല്ലാം കംപ്ലൈൻ്റ് ഇല്ലെന്ന് നോക്കി ഉറപ്പ് വരുത്തണം. എപ്പോഴും എല്ലാവർക്കും ഇത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ വാഹനം സർവീസിന് കയറ്റുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനറലായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള അപകടങ്ങളൊന്നും വരത്തില്ല. നിലവിൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരാനായിട്ട് അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് കൂളൻ്റ് റീപ്ലേസ് ചെയ്യാത്ത പക്ഷം കണ്ടൻറ്റ് ചേഞ്ചായിട്ട് ഓവർ ഹീറ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. 2, കൂളൻറ്റിന് പകരം പച്ചവെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരും. ഓവർ ഹീറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വണ്ടൽ കയറി അടഞ്ഞിട്ട് ഓവർ ഹീറ്റ്, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്ലൈൻ പൈപ്പുകളെല്ലാം അടഞ്ഞ ശേഷം ഓവർ ഹീറ്റ് ആവാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൂടാതെ അടുത്തത് വരുന്നത് റേഡിയേറ്ററിൻ്റെ റബ്ബർ ഹോസ് പൈപ്പിൻ്റെ ലൈഫ്. ചിലപ്പോൾ റബ്ബർ ഹോസ് മാറാത്ത പക്ഷം, പീരിയോഡിക്കലായിട്ട് മാറാത്ത പക്ഷം ചോർച്ച വന്നിട്ട് എഞ്ചിൻ്റെ പിസ്റ്റൺ വരെ പിടിക്കുവാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓവർ ഹീറ്റ് വരുവാനും സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വാട്ടർ പമ്പ്, എഞ്ചിനിൽ വരുന്ന വാട്ടർ പമ്പിന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് വന്നാലും ഓവർ ഹീറ്റ് ഉണ്ടാവാം. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പിൻ്റെ വാഷർ. ഇതിൻ്റെ ഉള്ളിലൊരു വാഷർ വരുന്നുണ്ട്. ഇത് തുറക്കാൻ പറ്റില്ല, ഓവർ ഹീറ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊരു വാഷർ വരുന്നുണ്ട്. ഈ വാഷറിന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിച്ചാൽ, ഇതെല്ലാം കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്നതാണ്, ഇങ്ങനെ സംഭവിച്ചാലും ഓവർ ഹീറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരും പ്രത്യേകം ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം.